കഴിഞ്ഞില്ലടാ. ട്രാൻസ്ഫറിന്റെ എ ബ്ലോക്കില് 4 പേരില്ലേ? ഉണ്ട്. അതിലൊരാള് പരോളിലാ, ഏറ്റുമാനൂർ ചന്ദ്രൻ. ഇപ്പൊ ഉള്ളത് പരൂർ ഹംസ, ജോർജ് കുട്ടി, പിന്നെ ഇവൻ. ഏയ് 12 അടിക്കുന്നുള്ളൂ. ഇതിപ്പോ ഏത് സമയമാണോ ശരി? സാറേ 12:04 വെച്ചോ. എന്റെ വാച്ച് റേഡിയോ ടൈമാ. നമുക്ക് ജയിൽ ടൈം മതി. ഇനി ഇത് നാളെ നിക്കോടാ. എന്റെ സാറേ, സാറിന് പുതിയൊരു വാച്ച് മേടിക്കാൻ പാടില്ലേ? ആഴ്ചയിൽ 2 പ്രാവശ്യം റിപ്പയറാ. എന്നാലും ശരിക്കും ഓടുവോ? അതുമില്ല. ഇത് എന്റെ അച്ഛൻ തന്ന വാച്ചാ. കളയാൻ മനസ്സ് വരില്ല. പിന്നെ സാധനം ഇത് പഴയ ഒമേഗയാ. വിദ്യാധരന്റെ സമയം. ഇത് അഴിച്ചു പെറുക്കി നേരെ കളയാം. വെയിലും കൊള്ളണ്ട, പണിയെടുക്കണ്ട. പൊയ്ക്കോ. വേഗം ചെല്ല്, അല്ലെങ്കിൽ അവസാനം ചോറുണ്ടാവില്ല. ഊണ് കഴിക്കുമ്പോഴും വേണോടാ ഭൂതക്കണ്ണാടി. മുഖം കണ്ടാൽ ഏതാണ്ട് ഈ കരട് പറിച്ചു തരാൻ പറഞ്ഞ പോലെയാ. കൊണ്ടുപോയിക്കോ. സാറേ, വേണ്ടാത്ത സൗജന്യങ്ങളൊന്നും പെർമിറ്റ് ചെയ്യരുത്. അത് ഒടുവിൽ പാരയാവും. ഒരു ഐലൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യാനാണോ? കൈരേഖകൾ നോക്കാന്നോ? നല്ല കാലം തന്നെയടേ. ഇന്നിന് റിപ്പയറും കോപ്പൊന്നും ഇല്ലല്ലോ. പിന്നെ വേഗം തിന്നേച്ചേ 7-ാം ബ്ലോക്കിന്റെ അപ്പുറത്തേക്ക് വരി. എല്ലാരും കിടപ്പിലായോ? വേഗം എഴുതിച്ച് വരേടേ. അനങ്ങി നടക്കടാ. വിദ്യാര, നിന്നെ കാണാൻ ആള് വന്നിട്ടുണ്ട്. നിന്റെ മറ്റേ കേടി വിളിച്ചിരിക്കാണ്ട് വേഗം തിന്നേച്ചു വാടാ. ആരാ സരോജിനി? ആ കൊടയമടിയൊക്കെ ഇവിടെ വെച്ചേക്ക്. ഇതെന്ത് കോലായത്? തിന്നും കഴിക്കൊന്നും ചെയ്യണില്ലേ? കഴിഞ്ഞാണോ കണ്ടേനേക്കാൾ ചടച്ചു. ഈ സമയത്ത് ആളെന്ന് പറഞ്ഞപ്പോ ആരാന്ന് കരുതി? എപ്പോഴും രാവിലെ അല്ലേ വരാറ്? ഒന്നും പറയണ്ട. രാത്രി വണ്ടിക്ക് തന്നെയാ വന്നത്. തിരക്കെന്ന് വെച്ചാ എന്താ തിരക്ക്! സൂര്യ കുത്താൻ ഇടയില്ല. സ്കൂൾ അവധിയാത്രേ. പരപര വെളുക്കുമ്പോ എത്തേണ്ട വണ്ടി എത്തിയപ്പോ 11 മണി. അതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കുളിമുറിയിൽ തിരക്കുണ്ടായില്ല. വേഗം കുളിച്ചു മാറാൻ പറ്റി. എന്തിനാ എങ്ങനെ വരണേ? പിന്നെ വരാണ്ട് വല്ലപ്പോഴെങ്കിലും എനിക്കൊന്ന് കാണണ്ടേ? എന്താ അവകാശം എന്ന് ചോദിച്ചാ, അങ്ങനെ കഷ്ടപ്പെട്ട്. കഷ്ടപ്പാടോ? ഇല്ലെങ്കി ഞാനെന്തിനാ ഇങ്ങനെ ഇങ്ങനെ ജീവിക്കണേ? ഇനിയിപ്പോ 1-1.5 മാസം കൂടിയല്ലേ ഉള്ളൂ. പിന്നെ എനിക്ക് വരണ്ടല്ലോ, എന്നും കാണാലോ. വീടും പറമ്പൊക്കെ പുല്ലും പടഞ്ചയും കയറി കിടക്കുക. കഴിഞ്ഞ ആഴ്ചയും നെന്മാറേന്ന് ശാരദാട്ടിയുടെ മൂത്ത മോനൊന്ന് നാളികേരം ഇട്ടുകൊണ്ടുപോയി. എന്നാ പെര തുറന്നൊന്ന് അടിച്ചു വാരുക, അതില്ല. പെര മുക്കാലും ചെതല. താക്കോല് കിട്ടി ഒന്ന് അടിച്ചു ഉടച്ചിടായിരുന്നു. തരില്ല. ഒരിക്കൽ ചോദിച്ചു,
തേച്ചാലും കുളിച്ചാലും പോത്ത ചീത്തയാ കേട്ടത്. എന്തിനാ വെറുതെ അവരോടൊക്കെ? വേണ്ട, ഞാൻ വരട്ടെ. ആ പിന്നെ നമ്മുടെ ഇടവഴി നന്നാക്കി റോഡാക്കാൻ പോവാ. കറണ്ടും വലിക്കോത്രേ. ഇനിയിപ്പോ വരുമ്പോ പാമ്പിനെ പേടിക്കാണ്ട് നടക്കാലോ. മറന്നോ ആ ഇടവഴിയൊക്കെ? എന്നും രാത്രിയില് അതൊക്കെ ഓർത്തോണ്ട് കിടക്കും ഞാൻ. സ്കൂളിൽ പഠിക്കുമ്പോ ചതിക്കുഴി കുത്തിയതും മത്തായി മാഷിനെ വീഴ്ത്തിയതും പാമ്പ് ഇണ കൂടണ കണ്ടതും പിന്നെ ഓർമ്മയില്ലേ? സംസാരിച്ചു കഴിഞ്ഞില്ലേ? സമയായി. പോയിക്കോ. സാരില്ല, അയാള് പോയി. പിന്നെ നമ്മുടെ പൂശാരി ബാലേട്ടൻ മരിച്ചു. എങ്ങനെ? വണ്ടി അടിച്ചതാ, 5:30 പാസഞ്ചർ. ചാരായം കുടിച്ച് തലയ്ക്ക് വെളിവില്ലാണ്ട് പെട്ടതാ. ചിലര് പറയണ തല വെച്ചതാന്ന്. ആർക്കറിയാം. ഇനി അതാലോചിച്ച് വിഷമിക്കണ്ട, പോയോര് രക്ഷപ്പെട്ടു. ആ പിന്നെ പറയേണ്ട കാര്യം വിട്ടു. ഞാൻ ഇവിടെ ശ്രീകുട്ടിയെ കണ്ടു. കഴിഞ്ഞ ആഴ്ച മമ്മിയൂര് ഒരു കളമ്പാട്ടും തിരുവൊഴിച്ചിലും ഉണ്ടായിരുന്നു. ആറങ്ങോട്ടൻ എനിക്കൊരു മാമനുണ്ടല്ലോ, മാമനെ ഏറ്റതാ. പാട്ട് കഴിഞ്ഞ് മടങ്ങുമ്പോ ബസ്സിൽ വെച്ച് നല്ല മുഖപരിചയമുള്ള ഒരു കുട്ടി. ചോദിച്ചപ്പോ നമ്മുടെ ശ്രീകുട്ടി. ആ ചെറുപ്പത്തിലൊക്കെ ഞാൻ കരുതിയത് ഈ മുഖച്ചായെന്നാ. ഇപ്പൊ വളർന്നപ്പോഴല്ലേ തനി അമ്മ. ആ ചിരിയും കണ്ണൊക്കെ അത് തന്നെ. വലിയ കുട്ടിയായി, എന്റെ അത്രയുണ്ട്. ചോദിച്ചു എന്റെ മോള്. കുട്ടിക്കൊന്നൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട്. അമ്മാവന്മാര് വിടില്ല. ഒരിക്കൽ ഒരു കത്തെഴുതി വെച്ചതാ, അതുപോലും അയക്കാൻ സമ്മതിച്ചില്ല. അച്ഛൻ മരിച്ചുപോയെന്ന് കരുതിക്കൊള്ളാനാ പറഞ്ഞിരിക്കണ. അതിന്റെ ഒരു യോഗേ. തന്തയില്ല തള്ളയില്ല, അമ്മായിമാരുടെ ആട്ടും തുപ്പും കൊണ്ട് വളരാനാ യോഗം. വിഷമിക്കണ്ട, പുറത്തിറങ്ങിയ നമ്മുടെ കുട്ടി നമ്മളെ കൊണ്ടുവരില്ലേ? സാരില്ല. എന്താടാ ഉറങ്ങാറായില്ലേ? ഏത് കുട്ടിയാ കരണേ? കുട്ടിയാ? ആ ദാ കേട്ടോ. അത് കുട്ടിയൊന്നുമല്ല, പട്ടിയാ. പോയി കിടന്ന് ഉറങ്ങടാ. ഞാൻ ശരിക്കും കേട്ടതാ. നീ അങ്ങനെ പലതും കേൾക്കും, അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അവിടെ എങ്ങാനും പോയി ചുരുണ്ടുപിടി കിടന്ന് ഉറങ്ങടാ. ഓരോ ദിവസം ഓരോ വട്ട്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂരിലേക്ക് പുറപ്പെടുന്ന 6347 നമ്പർ കണ്ണൂർ എക്സ്പ്രസ് അല്പസമയത്തിനുള്ളിൽ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടുന്നതാണ്.
എന്റെ മോളെ ഒരു ഉറുമ്പ് അടിക്കണ വേദന ഉണ്ടാവൂ. അതുപോലും ഉണ്ടാവില്ല. കുട്ടി അറിയ പോലുമില്ല. നോക്കിക്കോളൂ ശാരദമ്മേ, തല ചേർത്ത് പിടിച്ചോളൂ. ഈ കുട്ടി എല്ലാത്തിനും ഓരോ സമയമുണ്ട്. വയസ്സ് 7 കരയില്ലേ? കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. ഇപ്പോഴോ വേദന എടുത്തോ കുട്ടിക്ക്? അപ്പൊ ഒരു കാതിൽ മതിയോ കമ്മല്? കാത് കുത്തുമ്പോ പെൺകുട്ടികൾ കരയോ? കാല് മുറുക്കി പിടിക്കടി. കഴിഞ്ഞില്ലേ പണ്ടാരം? എപ്പോഴേ കഴിഞ്ഞു? ആ വാ വാ, അച്ഛന്റെ മോള് പൊന്നു മോള്. കരയല്ലേ. ഇപ്പൊ മാറും. പൊന്നിന്റെ കമ്മലിടുമ്പോ അച്ഛന്റെ മോളിൽ സുന്ദരി കുട്ടിയാവുന്നറിയോ? കരയല്ലേ പൊന്നു, അച്ഛന് സഹിക്കണില്ല. പണ്ടാരടങ്ങാൻ ഇതിപ്പോ കുത്തണ്ട ഒരു കാര്യവുമില്ല. ഈ കരച്ചില് കാണാണ്ടിരിക്കാൻ വേണ്ടി എത്ര നാളും വേണ്ടാന്ന് വെച്ചത്. കരയല്ലേ മോളെ, കരയല്ലേ. മണി ഇതിപ്പോ ഞങ്ങൾ ആരെങ്കിലും നിർബന്ധിച്ചോ? ഏടത്തി മിണ്ടാണ്ടിരിക്കണ്ടോ? എനിക്കിടെ ആകപ്പാടെ കൊഞ്ചിക്കൽ ഇത്തിരി കൂടുതലാ. പെൺകുട്ടിയാ, നിലത്ത് നിർത്തി പഠിപ്പിക്കേ. കാത് കുത്തുമ്പോ കുട്ടികളൊന്ന് കാര്യം. അതിന് ഇത്ര ആദ്യം വേണോ വിചാര? നാളെ പോവാൻ നോക്ക്. ഓ കരയില്ല. ഓടാ കരയില്ലടാ കുട്ടാ. മിനിയേച്ചി പൂച്ചപ്പഴം പറിച്ച തെശി കുട്ടിക്ക് ചോര നിന്നിട്ടില്ലല്ലോ. എവിടെ? നാളെ തട്ടേ ഇത് ചോറ് നിൽക്കണില്ലല്ലോ. ഞരമ്പ് പോലും മാറിയിട്ടുണ്ടാവും. ഞരമ്പോ? ആ, ഞാൻ ആദ്യമായിട്ടൊന്നല്ല കാത് കുത്തണത്. പിന്നെ ചോര നിൽക്കണില്ലല്ലോ. ഡോക്ടർമാരെയും വിളിക്കണോ? എന്തിന്? ചോര എങ്ങനെ പോയാലോ? പഴയ കാലമൊന്നുമല്ലേ. നിന്റെ വിദ്യാര മനുഷ്യന്റെ ചെവിയാ തുളയ്ക്കണേ. കുറച്ച് ചോര വരും. ഒരു തുള്ളി ചോര പോയ ചാവൊന്നുമില്ല. നിങ്ങളുടെ കരുനാക്കൊണ്ട് വേണ്ടാത്ത വർത്താനം പറയാൻ നിൽക്കണ്ട. പോയേ, പൈസ കിട്ടില്ലേ? ഇങ്ങനെ എല്ലാം ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ കുറെ കഷ്ടാണേ. ഈ അവയവങ്ങൾ തുളച്ച ആഭരണം ഇട്ടുന്ന പരിഷ്കാരം ആര് കണ്ടുപിടിച്ചാണാവും? ഇപ്പൊ വേദന കുറവുണ്ടോ എന്റെ കുട്ടിക്ക്? എന്റെ കാത് കുത്തിയത് കാര്യമുള്ളോണ്ടാ. ഒട്ടും വേദന ഉണ്ടാവില്ല. കടുകോളം ചോര വന്നുള്ളൂ. എന്റെ ചെവിയില് ഭസ്മല്ല, പാമ്പുമേക്കാട്ടുന്ന മഞ്ഞപ്പൊടി ആട്ടത്. അമ്മയടുത്ത് പറഞ്ഞിട്ട് ഞാൻ ലക്ഷം മഞ്ഞപ്പൊടി കൊടുത്തട്ടെ? വേണ്ട, എല്ലാം കൂടെ ആയിട്ട് കൊളാക്കണ്ട. അപ്പൊ വേദനയൊക്കെ മാറിയില്ലേ? എണ്ണയുടെ ചുട്ടിൽ നിറയെ പൂക്കളുണ്ട്. നമുക്ക് മാല ഓർക്കാം. വേണ്ട, ഇപ്പൊ പൂമാലയൊന്നും വേണ്ട. നീ പോയിരുന്ന 4 അക്ഷരം പഠിക്കേ. നമ്മുടെ ഗവൺമെന്റ് പരീക്ഷ നല്ല മാർക്ക് വാങ്ങിച്ച് പരീക്ഷ പാസ്സായില്ലെങ്കിൽ അമ്മയെ പോലെ കുടം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. ആ കാലമൊക്കെ പോയി. ഓ പിന്നെ അവളിപ്പോ പഠിച്ച് പെരപ്പുറത്ത് കയറാൻ പോവല്ലേ. നമ്മളെ കാപ്പി കാപ്പി പിടിച്ചോ. അത് നീ കുടിച്ചോ, അവക്ക് വേറെ കൊടുക്കാം. ഡീ അപ്പുറത്തേക്ക് വന്ന ഒരു ഗ്ലാസ് കാപ്പി തരാം. എനിക്ക് വേണ്ട. തൊള്ളയുടെ ഓങ്കാരം മുഴുവൻ കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആകെപ്പാടെ സഹായത്തിന് അവളേ ഉള്ളൂ. അടുക്കള എന്തെങ്കിലും എടുക്കാനും ശ്രീകുട്ടി കൂട്ടിനും ഒക്കെ അവളേ ഉള്ളൂ. പാവം. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അത് ഞാനും പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ മുഴുവൻ ഉറുമ്പാണല്ലോ. ഉറുമ്പോ? എവിടെ? ഉറുമ്പല്ല, കാപ്പിപ്പൊടിയാ. ആ, കുടുംബത്തൊരു പെണ്ണ് വേണമെന്ന് ഒരു പെൺകുട്ടി ഉള്ളത് വളർന്നു വരികയാണെന്നുള്ള വിചാരം ഉണ്ടോ നിനക്ക്? ദേവേനി മരിച്ചിട്ട് കൊല്ലം 5 എന്നും ഇങ്ങനെ ഒറ്റത്തടിയായിട്ട് കഴിയാനാ പാവം. ഇനി 3-4 കൊല്ലം കൂടി കഴിഞ്ഞാ ഇവളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിനക്ക് കഴിയോ? എന്താ ഒന്നും മിണ്ടാത്തെ? ആ കാര്യം പറയുമ്പോ നാക്കില്ല, ചെവിയും കേക്കില്ല. ഞാൻ എന്താ പറയണ്ടേ? ശ്രീകുട്ടി, അടുക്കളയിൽ അമ്മായി ഇന്നലെ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് ഇരിക്കണുണ്ട്. മോളെടുത്ത് തിന്നോ. ആ, എന്നാ ചെന്ന് പല്ല് തേക്ക്. അച്ഛൻ തേപ്പിച്ചരാ. ആ കുന്നംകുളത്ത് പറഞ്ഞ കുട്ടിയില്ലേ, നല്ല പെൺകുട്ടിയാ. നമുക്കൊന്ന് പോയി കാണാടാ. വേണ്ട, എനിക്ക് പേടിയാ. പെണ്ണ് കാണുന്നതോ? അതല്ല. പിന്നെന്താ? സർപ്പകോപം അല്ലേ? വെറുതെ എന്തിനാ ഒരു പെൺകുട്ടി കൂടെ പാമ്പ് പിടിപ്പിച്ച് കൊല്ലിക്കണേ? ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ ആലോചിച്ചുണ്ടാക്ക. ആരെ കോപിച്ചേക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. മണി, പൊട്ടിച്ചു കളഞ്ഞൊന്നും കൂട്ടിച്ചേർക്കണ്ട. കണ്ടോ, മിണ്ടാണ്ട് പോണോ? ഒരു പാട്ടുകൂടി പാടുള്ളൂ. നേരമില്ല സാറേ, കൂടി ചെന്നിട്ട് വേണം പണിക്ക് പോവാൻ. ഇവിടത്തെ കുട്ടികളുടെ ആയതുകൊണ്ടാ ഇന്ന് തന്നെ വന്നേ. അല്ലെങ്കിൽ ഞായറാഴ്ച പാട്ടിന് പോക്കുള്ളൂ. ദക്ഷിണ കൊടുക്ക കുട്ടാ. ഉവാവൊന്നും വരില്ല. സർപ്പദൈവങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവും. ദോഷമില്ല. കുറച്ചേരം കൂടി നിന്നാ ഇത്തിരി കഞ്ഞി ഒഴിച്ചിട്ട് പോവാൻ സരോജിനി. അയ്യോ വേണ്ട, നേരില്ല.
തേങ്ങ ഉണ്ടെങ്കിൽ ഒരു തേങ്ങ കിട്ടിയ ചമ്മന്തി അരയ്ക്കായിരുന്നു. കുട്ടാ, നാണിയുടെ ഒരു നാളീരം തരാൻ പറയൂ. ആരാ നമുക്ക് കൂട്ട്? ആരുമില്ല. കുറച്ചാൾ ഒരു ചെക്കനുണ്ടായിരുന്നല്ലോ. ഗുരുവായൂരുള്ള എന്റെ ഒരു അമ്മായിയുടെ മോനാ. അവിടെ പഠിക്കില്ല, കളിച്ചു നടക്കാന്നും പറഞ്ഞ് എന്റെ അടുത്ത് ഉണ്ടാക്കി. ഇവിടെ അവനെ 7 തോറ്റു. ഒരു പോത്തനാ. എന്നാലും തുണയ്ക്കൊരു ആൺകുട്ടികൾ നല്ലതല്ലേ? അതില്ലെങ്കിലും സാരില്ല. എന്റെ മോള് മുതിർന്നു വരിക. വെറുതെ എന്തിനാ ഒരു വയ്യാവേലി? അതും ശരിയാ, കാലം നന്നല്ല. നിന്റെ മോള് ഇപ്പൊ എത്രയല്ല പഠിക്കണേ? 10ല്. അവളുടെ അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ അന്വേഷിക്കുകയോ ചെയ്യോ? കണ്ടിട്ടും കൂടി ഇല്ല. എന്റെ മോൾക്ക് അച്ഛനില്ല. ഇവർക്ക് 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ടോ? കണ്ടാ തോന്നില്ല കേട്ടോ. 2 months later, early in June, after an absence of 15 years, I found myself in London once more, and among the many friends who greeted me on my arrival was the familiar figure of Mr. Gokhale in wholly unfamiliar European garments, and yes, actually an English top hat. I stared at him for... നീ വല്ലേ പെണ്ണായല്ലോടെ? ശല്യം. മോളെ വിളമ്പി മോളുടെ മോളൊരു സുന്ദരിക്കൊറ. എന്താടോ എന്റെ പഠിക്കലൊരു ചിരിയും കളിയും? ഓ, എന്റെ അടുത്ത് വേണ്ട. ഇരിയാത്ത കഷായം എന്താ വേണോ? ഞങ്ങൾക്കും താടേ കൊറേശ്ശെ. ദേ, രാവിലെ എന്നെ കൊണ്ട് പുളിച്ച വർത്താനം പറയിക്കല്ലേ. കിട്ടണൊരു ഭാഗ്യവന്മാര് അവസാനം വല്ല കാക്കയ്ക്കും പരുന്തിനും കൊണ്ടേ കൊടുക്കാതാ മതി. നായിട്ട് തിന്നൂല, പയ്യനിട്ട് തീറ്റൂല. വേണ 50 ഉറുപ്യ മുളകിട്ടൊരു പിടുത്തായിട്ട് പിടിച്ചോണ്ടല്ലോ. വേണ്ട, അതിന് വേണൊരു ഭാഗ്യം. എന്തിനാ ചൈലി പാവം പക്ഷികളെ വെടിവെച്ചല്ലേ? തിന്നാൻ. അയ്യേ, പക്ഷികളെ തിന്നേ? ആ, ഈ രാക്ഷസന്മാരെ കഥ കേട്ടില്ല അച്ഛന്റെ മോള്? മനുഷ്യന്മാരിലും ഉണ്ട് രാക്ഷസന്മാര്. അയാള് രാക്ഷസനാ? ആ, എന്താ ചക്കിക്കുട്ടിയത്? കുട്ടി പേടിച്ചു പോയല്ലോ. കേക്കില്ലേ? പതുക്കെ പതുക്കെ. എവിടെ എന്റെ മോളുടെ കാത് കുത്തിയത്? ഹായ്. ഇനി നല്ലൊരു പച്ചക്കല്ല് വെച്ച കമ്മലും കൂടി ഇടുമ്പോ എന്റെ കുട്ടിയുടെ സുന്ദരി കുട്ടിയാവും. ഓ, വാങ്ങി വെച്ചിട്ട് 2-3 കൊല്ലായി. മീനുക്കുട്ടിയെ, മോളെ ക്ലാസ്സിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം കേട്ടോ. കാത് കുത്തിയതാ, ചിലപ്പോ പനിക്കും. ചേച്ചി, ആ തോക്കം പിടിച്ചിട്ടുള്ള ആളല്ലേ? അയാൾ രാക്ഷസനാ. ആരാ പറഞ്ഞതിനോടി നോണയൊക്കെ? നോണല്ല, അച്ഛൻ പറഞ്ഞതാ. മിനിയേ, എവിടെ എന്റെ ചെരുപ്പ്? ഒരു സാധനം വെച്ച കാണില്ല. ആ, അമ്മ ഇപ്പൊ എങ്ങടാ തുള്ളിച്ചാടി? എങ്ങടാന്നോ? പണിക്ക്. ഇത്ര കഴിഞ്ഞിട്ട് പോയാ മതി. അവര് പോയിട്ടില്ല. ആര്? ശ്രീകുട്ടിയുടെ അമ്മായി. ഓ ഓ ഓ, പഴുപ്പിക്കാൻ മൂപ്പ് പോരാ, കറിപ്പാക. ഒരെണ്ണം കൂടി വെട്ടിക്കോ, അല്ലെങ്കിൽ അടുത്തവണ വരുമ്പോഴേക്കും കരക്കാരും ഉണ്ടായി തിന്നും. ആര്? മണിയേട്ടനാ? ഒരു തേങ്ങയുടെ ചിരട്ട ചോദിച്ചാൽ തരാത്ത ആളാ, എന്നിട്ടല്ലേ കൊല. അതെ, ചോദിക്കേണ്ടവര് ചോദിക്കണം. ചന്തിയും കൊടവാട്ടി ചിലര് ചിരിച്ചു കാട്ടിയാലേ ചങ്ക് പറിച്ചു കൊടുക്കും. ആ സരോജിനിയുടെ കാര്യ പറയണേ. ആരും ഇവിടെ സരോജിനിയാ? ഏയ്, അവൾ അത്ര കാര്യമൊന്നല്ല. അയ്യപ്പ, എനിക്കറിയണ പോലെ നിനക്കറിയില്ലല്ലോ. ദേ, ഇത്രയുള്ളപ്പോ മുതൽ എനിക്കറിയാം.
മൂക്കട്ടെ ഒലിപ്പിച്ച് നടക്കുന്ന പ്രായത്തിൽ തന്നെ അവളുടെ പാലുമേ തൂങ്ങിയാലേ എന്റെ അനിയന് സുഖമുള്ളൂ. അച്ഛനുള്ള കാലത്ത് വൈകുന്നേരം ഒരു മിഠായിയോ ഒരു ഉണ്ണിയപ്പോ കൊണ്ടുവന്നാ അത് തിന്നാതെ എടുത്തു വയ്ക്കും അവൾക്ക് കൊടുക്കാൻ. എന്നിട്ടോ ഞങ്ങളോട് കുസ്തി. അവസാനം തലയെ കുടുങ്ങാണ്ട് രക്ഷപ്പെട്ടതേ അച്ഛന്റെ അടിയുടെ ചൂടുണ്ടാ. എന്നിട്ട് അച്ഛൻ തന്നെ രാമൻപിള്ളോനെ വിളിപ്പിച്ച് കാശും കൊടുത്ത് 16 വയസ്സിൽ കല്യാണവും കഴിപ്പിച്ചു. എന്നിട്ടോ 3 മാസം തികച്ചു പൊറപ്പിച്ചു അയാളെ. അത് അവനൊരു വെടംകുരങ്ങായിരുന്നേ. എടാ അവക്ക് പല സേവകളുണ്ട്. സർപ്പം, നാഗേക്ഷി, ഗുളിയൻ. കണ്ടിട്ടില്ലേ അവളുടെ വീട്ടിനുമർത്ത് പാലച്ചോട്ടിൽ വെച്ചിരിക്കണത്? മണിയുടെ ഭാര്യ വിഷം തൊട്ടല്ലേ മരിച്ചത്? എങ്ങനെയാ? അത് വെള്ളം കോരിപ്പോ ബക്കറ്റിലും തരുന്നല്ലേ? അത് ഇവളുടെ പ്രാർത്ഥനയാ. തല തല്ലി കരഞ്ഞ് പ്രാർത്ഥിച്ചതാ. ഇപ്പൊ പിന്നെയും കീരിയെ വളഞ്ഞേക്കണ പോലെ വളഞ്ഞേക്ക. ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നു നീ കണ്ടോ? ക്ലീൻ ചെയ്യേണ്ടി വരും. എത്ര റുപ്യാവും? ഒരു 55 റുപ്യ. വേണ്ട, ഇങ്ങോട്ട് തന്നേക്ക്. ക്ലീൻ ചെയ്താൽ ശരിയാവും. വേണ്ടെന്നേ, 4-5 മാസം മുമ്പ് ഒരു 55 രൂപ തന്നതാ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതിലും ഭേദം ഒരു പുതിയ വാച്ച് വാങ്ങുക. ഒരു 500 റുപ്യ കൊടുത്താൽ നല്ല ക്വാർട്സ് കിട്ടും. പുതിയ വാച്ചൊക്കെ എന്തിനു കൊള്ളാം? ലാസ്റ്റ് ചെയ്യില്ല. 1 കൊല്ലം, കൂടിയ 2, പിന്നെ ചുണ്ണാമ്പിട്ട് വെക്കാം. എന്നാലും ഇങ്ങനെ നന്നാക്കി കാശ് കളയണ്ടല്ലോ. ടൈമും കറക്റ്റ്. ബാലടാ, ഇങ്ങനെ പോയാൽ എങ്ങനെയാ? എന്തേ? പണിയില്ലെന്നേ. ഇപ്പൊ എല്ലാവർക്കും കോട്സ്. അതിങ്ങനെ കണ്ണുപൊട്ടണ തരത്തിൽ ഇറങ്ങിയില്ലേ ഡെയിലി? കാലം പോയ പോക്ക്. വേറെ പണിയറിയില്ല. ഒരു വഴിയുണ്ട്. എന്താ? ഇത് തന്നെ. നിങ്ങൾക്ക് പീഡിയം വലിച്ചിരുന്നാ മതി. കെട്ടിയുള്ള മക്കളും പണിയെടുത്ത് കൊണ്ട് തരും. എനിക്കോ? ഞാൻ ഒറ്റയാ. ഒരു പെൺകുട്ടിയെ വളർന്നു വരണേ. എനിക്കോ 3 പെൺകുട്ടികള്. എടാ പണിയില്ലാന്ന് ചാകാൻ പറ്റുമോ? പണിയെടുക്കാൻ മടിയുള്ള ആളൊന്നുമല്ല. നാട്ടുകാർക്ക് ഇപ്പൊ ഓട്ടുപാത്രം വേണ്ട, ഓട്ടുരുളി വേണ്ട, ഓട്ടുവിളക്ക് വേണ്ട. വടക്കുന്ന് കമ്പനി ചരക്കുകൾ ചവറ് പോലെയാ. പുരോഗമനമല്ലേ? ഇപ്പൊ മൂശാരി ഒരു ഓട്ടപാത്രം. ആ ശാരദ വന്നിട്ട് പോയില്ലേ? ഡാ ആ അടുക്കള വാതിലിന്റെ സാക്ഷി ഒന്ന് മാറ്റണം കേട്ടോ. ഒന്ന് ആഞ്ഞു തള്ളിയാ തുറക്കാം. ഞാനൊരു 3 കായക്കൊല വെട്ടിട്ടുണ്ട് കേട്ടാ. 3 ഒരെണ്ണം മതി എന്നല്ലേ പറഞ്ഞത്? നല്ല വില കിട്ടണ കായ. എന്നിട്ട് എവിടെ? അയ്യപ്പൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ നിക്ക. പിന്നെ ഇതൊക്കെ നെന്മാറെ കിട്ടുന്ന സാധനങ്ങളല്ലല്ലോ. അതിന് നിനക്ക് ചെയ്തൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം ആലോചിക്കണമെങ്കിൽ നീ വീട്ടിലേക്ക് വരെ ഒരു കത്തിടേ ചെയ്യാം. ഏത് കാര്യം? ആ അത് മറന്നോ? എടാ കുന്നംകുളത്തെ ആ കുട്ടിയുടെ കാര്യം. എന്റെ ബാലകൃഷ്ണ, നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക്. കണ്ട പുള്ളോത്തി പെണ്ണുങ്ങളുടെ പിന്നാലെ നടക്കാണ്ട് മാനം മര്യാദയ്ക്ക് ഒരു കുടുംബമായിട്ട് കഴിയാൻ പറ. അതിന് നിനക്ക് വീടി വലിക്കാൻ തന്നെ നേരമില്ലല്ലോ. ഞാൻ പോട്ടെ. സമയം എന്തായി? ഇതെല്ലാം ചത്തിരിക്കുകയാണല്ലോ. 12 ആവണം. അയ്യോ 12:15 വണ്ടിയുണ്ട്. പണി ശാരദ പറഞ്ഞോണ്ട് പറയാ, ഒരിക്കൽ ഒരു തെറ്റ് പറ്റി. ഇനി അവക്കൊരാശ കൊടുക്കരുത്. കൊടുത്താൽ അത് നടക്കണം. സരോജിനി, എടി സരോജിനിയെ, എടി എന്താടി ഇത്? നീ ഈ ലോകത്തൊന്നും അല്ലേ? ഹേയ്, ഞാൻ ചില കാര്യങ്ങൾ ആലോചിച്ച്. ഇങ്ങനെ ആലോചിച്ച് തീരും നിന്റെ ജീവിതം.
എന്നിട്ടാ ചെക്കൻ എന്തൊക്കെ വൃത്തികേടാ പറഞ്ഞെന്നറിയോ? നിനക്ക് മാഷോട് പറയായിരുന്നില്ലേ? എനിക്ക് പേടിയാ, അതൊരസത്താ. ചേട്ടാ നാളെ കാണാം. മിനിച്ചേച്ചി നാളെ വരുമ്പോ പുളിയുണ്ടാവും. ആ കൊണ്ടുവരാം. മിനിച്ചേച്ചി രാക്ഷസനെ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ എവിടെയാ രാക്ഷസൻ? രാക്ഷസന്മാരൊക്കെ പണ്ടാ. അപ്പന്റെ അച്ഛൻ പറഞ്ഞതോ? ഓ അതോ, അത് കുട്ടിയെ പറ്റിക്കാൻ. അല്ല സത്യ, രാക്ഷസന്മാരല്ലേ പക്ഷികളെ മനുഷ്യരെയൊക്കെ കൊന്നു തിന്നത്. അപ്പൊ അയാളും രാക്ഷസനാ. ആ ഒരു കണക്കിന് അയാൾ രാക്ഷസൻ തന്നെയാ. അയാള് നമ്മളെയും കൊന്നു തിന്നോ? തിന്നുമായിരിക്കും. ഞാനെന്തിനാ എന്റെ മക്കളെ പഠിപ്പിച്ച? അതാ ഒരു തമാശക്ക് കുട്ടികളെടുത്താ തമാശ. ഞാൻ നിന്നോടാവാ. ആ തോക്കും കൊണ്ട് നമ്മളെ വെടിവെച്ച നമ്മൾ ചാവു വെച്ചാ? മിനിച്ചേച്ചി പറഞ്ഞ ചാവുന്ന്. എന്തിനാടി എന്റെ മോളെ പറഞ്ഞ് പഠിപ്പിക്കണേ? ഇനി അങ്ങനൊന്നും ഉണ്ടാവരുന്ന് അയാളോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അച്ഛന് പേടില്ല അയാളെ? ഇരുട്ടതിന് മുമ്പ് പോയിക്കോടി. കൂട്ടത്തിൽ അരപ്പ് കൂട്ടിട്ട് പോവാം. അരപ്പൊക്കെ ഞാൻ കൂട്ടിക്കോളാം, നീ പൊയ്ക്കോ. ഇടവഴി കൂടെ പോകാനുള്ളതാ. എനിക്ക് പേടിയൊന്നുമില്ല, ചെറിയനെ പോലെ. എനിക്കെന്താ പേടി? എനിക്കൊരു പേടിയില്ല. എനിക്കറിയാം, അമ്മ പറഞ്ഞിട്ടുണ്ട്. എന്ത്? എല്ലാം. എന്നോട് കൂറുള്ള നാത്തുമാരുണ്ടെങ്കിൽ എനിക്ക് എന്തായി തിരിച്ചായിന്റെ ഞാൻ ചെല്ലി അമ്മ നോക്കി നോക്കി കണ്ട്. ഇതെന്താ പകലും ടോർച്ചടിച്ചാ നടക്കണേ? വേണ്ട വേണ്ട. പൊയ്ക്കോ, ഞാൻ പതുക്കുള്ളൂ, നേരം തെറ്റണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനാ ഓടി വന്നത്. ശാരദടുത്ത് എന്തിനാ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കണേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? സ്നേഹിച്ചു, അങ്ങനെ ഒരു തെറ്റ് പറ്റി, എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തില്. എന്നുവെച്ചാൽ ആരുടെയും വഴി മുടക്കിയിട്ടില്ല. ഓ അതൊന്നും കാര്യാക്കണ്ട. എല്ലാരോടും പറഞ്ഞോട്ടെ, എന്റെ മോളോട് ഇതൊക്കെ പറയണോ? അവൾ എന്നെ ചീത്ത. വല്ലപ്പോഴും ഇങ്ങനൊരു വാക്കും മിണ്ടൂന്നല്ലാണ്ട് മണിയേട്ടന്റെ വീട്ടിൽ പോലും ഞാൻ വരാറുണ്ടോ? എന്നിട്ട് ഞാൻ പിന്നെയും വട്ടം കറക്കാത്രേ. മണിയേട്ടൻ അങ്ങനെ തോന്നുന്നുണ്ടോ? ഏടത്തിന്റെ സ്വഭാവം അറിയാലോ. എന്നെ എടുത്തിക്കും അറിയാലോ. കിട്ടാത്തത് കിട്ടുന്ന മോഹമില്ല, വിഷമമില്ല. ഞാനെന്തിനാ വിഷമിക്കണേ? ഈ ജീവിതം മുഴുവൻ ഓർത്തോർത്ത് കഴിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് മനസ്സിൽ. ഈ ഇടവഴി കളിച്ചു നടന്നതും വളർന്നതും ഒരുമിച്ച് സ്കൂളിൽ പോയതും പിന്നെ കള്ളന്മാരെ പോലെ പതുങ്ങി നിന്ന് എന്നെ പിച്ച് മാന്തും. ഇപ്പോ ഇതുപോലെ ഇടയ്ക്കൊന്ന് കാണുക,
കാണുമ്പോ ഒന്ന് ചിരിക്കുക, ഒരു വാക്ക് മിണ്ടുക, അത്രയൊക്കെ മതി എനിക്ക്. അല്ലാണ്ട് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല. സരോജം, എനിക്കും അത്രയൊക്കെ മതി ഇനിയുള്ള കാലം. അയ്യോ